ഹലോ അനുപേട്ടാ, എന്തൊരു തണുപ്പാ ഇവിടെ. നിങ്ങളിപ്പോ എവിടെയാ? ഞങ്ങൾ ഇവിടുത്തെ ഈ ഗസ്റ്റ് ഹൗസിൽ തന്നെയാ. ഇന്നലെ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞല്ലേ? പറഞ്ഞു, എങ്കിലും ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. എനിക്കറിയാം എന്താ കാര്യമെന്ന്. എന്റെ പൊന്ന് അനുപേട്ടാ, ഞാൻ പറഞ്ഞില്ലേ ഒരു കുഴപ്പമില്ലാന്ന്. അനുപേട്ടൻ ധൈര്യമായിട്ടിരിക്കേ. ആതിര എവിടെ? അവൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. അപ്പൊ നിന്റെ അടുത്തില്ലേ ഇവള്? ടൂർ വന്നിട്ട് ഇങ്ങനെ എപ്പോഴും അവളുടെ പുറകെ നടക്കാൻ പറ്റുമോ? എനിക്ക് നടക്കണം. അവൾ എപ്പോഴും നിന്റെ കൺവെർട്ട് തന്നെ ഉണ്ടാവണം, മനസ്സിലായോ? ഞാൻ ശ്രദ്ധിച്ചോളാം. അനുപേട്ടൻ ആദ്യം ഈ ആവലാതി ഒന്ന് നിർത്ത്. ആവണി മോളോ? എഴുന്നേറ്റില്ല. എനിക്ക് ഫോൺ വെച്ചേക്ക്. പിന്നെ ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ? ഉണ്ട്. പിന്നെ എന്തെങ്കിലും നിനക്ക് ഇഷ്ടപ്പെടായിക തോന്നിയാ അപ്പ ആതിരയും മോളെയും വിളിച്ച് ഇങ്ങനെ തിരിച്ചു പോന്നേക്കണം. അതെവിടെയാണെങ്കിലും ഏത് സമയത്താണെങ്കിലും, കേട്ടോ? ശരി. എന്നാ ഇനി ഞാൻ ഫോണൊന്ന് വെച്ചോട്ടെ. ഈ അനുപേട്ടന്റെ ഒരു കാര്യം. എന്തൊരു തണുപ്പാ ഇവിടെ. സച്ചേട്ടാ, 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 എനിക്ക് ചേട്ടാ, ഇത് എന്തൊരു കിടപ്പായത്? ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. ഇതെന്താ എഴുന്നേക്കാൻ ഭാവമൊന്നും ഇല്ലേ? എഴുന്നേക്കാം. താനെന്താ രാജകുമാരിയോ? തലയിൽ കിരീടമൊക്കെ വെച്ച്. താൻ കുളിയൊക്കെ കഴിഞ്ഞല്ലേ? എപ്പോഴേ? ഈ കൈ പിടിച്ച് കിടന്നാ പോരാ. സച്ചേട്ടൻ എഴുന്നേറ്റേ വാ. കുറച്ചു നേരം കൂടെ കിടക്കട്ടെ. നമ്മളിന്ന് എങ്ങോട്ടാ സച്ചേട്ടാ പോകുന്നേ? ഇവിടെ അടുത്ത് നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടോ? എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും ആശ്വാസം കിട്ടുന്നതും മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റുന്നതായ സ്ഥലത്താണ് ഞാനിപ്പോൾ തലവെച്ചിരിക്കുന്നത്. അയ്യടാ, ചുമ്മാ അങ്ങ് പൊക്കി പറഞ്ഞോണം കേട്ടോ. പറയൂ സച്ചേട്ടാ, ഇന്ന് നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? ഇവിടെ അടുത്ത് ഒരു വെള്ളച്ചാട്ടമുണ്ട്. പണ്ട് ഞാൻ കണ്ടിട്ടുള്ളതാ. ഇപ്പോൾ അതിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് അറിയില്ല. നമുക്കെല്ലാവർക്കും കൂടി രാവിലെ അങ്ങോട്ട് പോവാം. ഇതിനെല്ലാം ആദ്യം എൻ്റെ ഭർത്താവ് വന്ന് എഴുന്നേക്ക്. കുറച്ചു നേരം കൂടി വേണ്ട. വേഗം എഴുന്നേറ്റ് വാ. വാ, എഴുന്നേറ്റ് ചായ കുടിക്ക. വാ, സിന്ധു ചേച്ചി രാവിലെ കൊണ്ടുവച്ചിട്ട് പോയ ചായ. ചെല്ലേ, ഇപ്പൊ അത് തണുത്ത് കാണും. ചില്ല കേറ്. ഞാൻ ടവലെടുത്ത് തരാം. ഞാനേ ഈ ടവലെടുക്കാം. ഇവിടെ വന്ന് നിൽക്കുന്നേ? വെറുതെ ഇവിടേക്കൊന്ന് കാണാന്ന് കരുതി. ഇവിടെ അടുത്ത് നല്ല ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട്.
മോളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛനും അമ്മയും ഏട്ടനും ഏട്ടത്തിയും അനിയത്തിയും പിന്നെ ഏട്ടന്റെ മോളും. ഏട്ടത്തിയും മോളും അനിയത്തിയാണ് ഇപ്പൊ ഇവിടെ ഉള്ളതല്ലേ? അതെ. ഇവൾ എന്നോട് അടുക്കുന്നില്ലല്ലോ. എന്ത് പറഞ്ഞിപ്പോ ഒന്ന് കൂട്ടാവും? എല്ലാം മോളുടെ ഭാഗ്യമാ. എന്താ? അല്ല, നെല്ലിശ്ശേരിയിലേക്ക് മോൾ കൊണ്ടുവന്നതേ നല്ല ആൾക്കാരാ. സേതു സാറും സച്ചിമോനും അവന്തിക മാഡവും എല്ലാവരും പാവങ്ങളാ. ഇതിപ്പോ ഈ പെണ്ണിന് പകരം അവന്തിക മാഡം എന്നെ കൊല്ലുന്ന ലക്ഷണോ? ഇനി എന്ത് പറയും? ഇവിടെ അടുത്ത് അമ്പലം വല്ലതുണ്ടോ? ഇവിടെ ഒരു കുന്തവും ഇല്ല. അയ്യോ, ഉണ്ട് ഉണ്ട് ഉണ്ട്. ഈശ്വര ക്ഷമിക്കണേ. ഇവിടെ ധാരാളം അമ്പലങ്ങളുണ്ട് മോളെ. ഇവിടെ ഒരു കാനന ക്ഷേത്രമുണ്ട്, അതിനോട് ചേർന്ന് ഒരു കാവും. ദേ ഇങ്ങോട്ട് നോക്കിയേ. മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച അപ്പ കിട്ടും. പ്രാർത്ഥനയുടെ ഫലേ ഈശ്വര എന്നൊന്ന് നീട്ടി വിളിച്ചു തീരുന്നതിന് മുന്നേ ഫലം കിട്ടിയിരിക്കും. ചേച്ചി അവിടെ പോയിട്ടുണ്ടോ? പോയിട്ടുണ്ടോന്നോ? കൊറേ തവണ പോയിട്ടുണ്ട്. എന്റെ അയൽപ്പക്കക്കാരെ കുറച്ച് കുഴപ്പമായിരുന്നു. മാന്തലേ അതിര് മാന്തല്. എത്ര പറഞ്ഞിട്ടും കേൾക്കാത്തോണ്ട് ഞാൻ കാവില് പോയി വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചു. 3ന്റെ അന്ന് കിട്ടിയ വിലക്ക് വീട് സ്ഥലം വിറ്റ് ഓടിയില്ലേ. അങ്ങനെ എന്റെ അയൽവക്കത്തുള്ള എല്ലാ കുഴപ്പക്കാരെയും ഞാൻ ഓടിച്ചു. ഇപ്പൊ ആ ഏരിയയില് എന്റെ വീട് മാത്രമേ ഉള്ളൂ. കൂടുതൽ ആ ക്ഷേത്രത്തിൽ വരുന്നവരെ പുറത്തുനിന്നുള്ളവരാ. കല്യാണം കഴിഞ്ഞ് കൊറേ വർഷമായിട്ടും പിള്ളേരില്ലാത്തവര്. ചിലതിന്റെയൊക്കെ കരച്ചിൽ കേട്ട് മനസ്സ് നുറുങ്ങിപ്പോവും. അങ്ങനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നവര് പിന്നെ വരുന്നത് നിറവയറായിട്ടാ. അത്രയ്ക്ക് ശക്തി അവിടെ. പറഞ്ഞപ്പോ തന്നെ ഒരു പെരുപ്പ്. ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ മോൾക്ക് അവിടെ ഒന്ന് കാണുന്നു തോന്നുന്നില്ലേ? ശരിക്കും എനിക്കവിടെ പോണം തോന്നുന്നുണ്ട്. തോന്നും, എനിക്കറിയാൻ തോന്നുന്നു. നമുക്ക് അവിടെ വരെ ഒന്ന് പോയാലോ? അതിനെന്താ, പോവാലോ. സച്ചേട്ടനെ കൂട്ടി പോവാം. എന്തിന്? എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ താല്പര്യമില്ല, അതാ. വിവാഹം കഴിഞ്ഞിട്ട് ഇത്രയൊക്കെ ആയില്ലേ? ഒരു കുഞ്ഞാവാനുള്ള സമയമൊക്കെ ആയി. ഒന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച എല്ലാം ശരിയാവും. അതിനായിട്ട് ഞാൻ മറ്റൊരു ദിവസം വരാം. അതെ, ദീർഘസുമംഗലി ആയിരിക്കാനും ഭർത്താവിനും സ്വന്തക്കാർക്കും ആപത്തൊന്നും വരാതിരിക്കാൻ ശത്രുക്കളിൽ നിന്നും രക്ഷയ്ക്കായി അവിടുന്ന് ഒരു നൂല് ജപിച്ചു തരും. ആ നൂല് കെട്ടിയ നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആർക്കും ഒരു കുഴപ്പവും വരില്ല. ഞാൻ അനുഭവസ്ഥയാ. അങ്ങനെ നൂല് ജപിച്ചു തരണമെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് പോണം. മറ്റാരെ അറിയിക്കാതെ രഹസ്യമായിട്ട് ചരട് കെട്ടിയ ശത്രുക്കൾ നമ്മുടെ കാൽക്കീഴിൽ വന്ന് കിടക്കും. എന്റെ ശത്രുക്കളിൽ പലരും ഇപ്പൊ പള്ളിയിലെ പാസ്റ്റർമാരാ. അത്രയ്ക്ക് നല്ലവരാവും. സത്യം. പോയാലോ നമുക്ക്? പോകാം. എങ്ങനെയാ പോകുന്ന? വണ്ടി? എന്തിനു വണ്ടി? ദേ ഈ പറമ്പൊന്ന് കഴിഞ്ഞ അമ്പലമാ. നടന്നു പോവാന്ന ദൂരേ ഉള്ളൂ. എങ്കിൽ ഞാൻ എന്റെ അനിയത്തെയും കൂടി വിളിക്കാം. എന്തിന്? ഇത് മറ്റാരും അറിയരുതെന്നാ ശാസ്ത്രം. കാര്യം നമുക്ക് അവളോട് പറയണ്ട. ഒറ്റയ്ക്ക് പോയാ സച്ചേട്ടൻ എന്നെ വഴക്ക് പറയും, അതാ. ആദ്യം നമുക്ക് പുറത്തു നിർത്താം. ശരി, വിളിക്കാം. ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. അതെ, പോകുന്ന കാര്യം ആരോടും പറയല്ലേ. ഒരു സ്ഥലം വരെയെന്ന് ചോദിക്കുന്നവരോട് പറഞ്ഞാ മതി. താനെല്ലാവരോടും റെഡിയാവാൻ പറഞ്ഞോ? അർച്ചന, 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 അർച്ചന ഇതെവിടെ പോയി? അർച്ചന, അർച്ചന, നമ്മൾ എവിടേക്കാ ചേച്ചി പോകുന്നത്? ഇവിടെ അടുത്തൊരു ക്ഷേത്രം ഉണ്ടെന്നാ സിന്ധു ചേച്ചി പറഞ്ഞത്. അവിടേക്കാ. ആവണിമൂളിൽ കൂടെ കൂട്ടായിരുന്നു. മുറ്റം വരെ കരഞ്ഞോണ്ട് നമ്മുടെ പുറകെ വന്നതല്ലേ. നമുക്ക് എല്ലാവർക്കും കൂടി പിന്നീട് വരാം. വാ.
നിങ്ങൾ പോര്. വലിയ മഴയുള്ളപ്പം വെള്ളം കുറച്ച് കൂടുതലുണ്ടാവുന്ന മാത്ര. ചേച്ചി ഇനി ഒരുപാട് നടക്കണോ? ഏയ്, ഈ വഴി കുറച്ച് ദൂരം കൂടി പോയാൽ മതി. സേതു സാറൊക്കെ ഇവിടെ താമസിച്ചിരുന്ന കാലത്ത് ഈ വഴി അവരൊക്കെ സ്ഥിരം പോയിക്കൊണ്ടിരുന്നത്. അപ്പോ ഈ സ്ഥലമൊക്കെ അച്ഛൻ്റെതാണോ? പിന്നല്ലാതെ ഈ കാണുന്നത് മുഴുവൻ സേതു സാറിനുള്ളതാ. സേതു സാറിനെന്ന് പറഞ്ഞ സാറിന്റെ മോന്റെ ഭാര്യയായ മോൾക്ക് കൂടിയുള്ളതാ. നിങ്ങൾ നടന്നോ? ആ വാ. ഒരു കൊടയും കൂടെ എടുക്കായിരുന്നു. ഹലോ, പറയൂ. മാഡം പറഞ്ഞതുപോലെ എല്ലാം ചെയ്തിട്ടുണ്ട്. ആ അർച്ചന കൊച്ചിന്റെ കൂടെ അനിയത്തി പെണ്ണുണ്ട്. ഇനിയിപ്പോ അവളെയും തീർക്കും അവര്. വെടിയൊന്ന്, പക്ഷി രണ്ട്. അതെ അതെ, സന്ദീപ്, അർച്ചന എവിടെ? എന്തു പറ്റി? ഏട്ടാ, അവിടെ അവിടെ വെച്ച് സ്ഥലമൊക്കെ നോക്കി വെച്ചു. സച്ചേട്ടനും കൂടെ അവകാശപ്പെട്ട സ്ഥലമെന്നാ പറഞ്ഞേ. സച്ചേട്ടന്റെ ഭാര്യയ്ക്ക് മാത്രമല്ല, സന്ദീപിന്റെ ഭാര്യയ്ക്കും അവകാശപ്പെട്ടതാ. സിന്ധു ചേച്ചി, വേഗം വാ. സിന്ധു ചേച്ചി, ചേച്ചി എവിടെ? നീ ആദ്യം കൂട്ടി വീട്ടിലേക്ക് പോ. അർച്ചന ഞാൻ കൊണ്ടുവന്നോളാം. അത് ഏട്ടാ ഒറ്റയ്ക്ക്? അതൊന്നും സാരമില്ല, നിങ്ങൾ വീട്ടിലേക്ക് പോ. അതിരേ വാ. സന്ദീപ്, എടാ കെട്ടഴിച്ചുവിടാൻ, അഴിച്ചുവിടാൻ. എടാ എന്റെ കെട്ടഴിച്ചു വിടാൻ. എന്നോട് എന്തിനാ ഈ ക്രൂരത കാണിക്കുന്നേ? എടാ ഞാൻ നിങ്ങളോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ആരാ? ചേട്ടാ, ചേട്ടൻ ആരാന്നറിയില്ല, പക്ഷെ ഞാൻ രക്ഷിക്കാൻ നോക്കാം. ഇങ്ങോട്ട് നടക്കാൻ.
സച്ചേട്ടാ എടാ സച്ചേട്ടാ 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 വാ ഹലോ മാഡം ഒരു കുഴപ്പമുണ്ട്. കുഴപ്പോ? എന്തു കുഴപ്പം? അർച്ചനയുടെ കാര്യം എന്തായി? അവളെ തീർത്തോ? അർച്ചനയോ? അപ്പോ ഇവിടെ നന്ദനെ രക്ഷിച്ചത് അർച്ചനയും സച്ചിയാണല്ലേ? മാഡം ഞങ്ങൾ വരും മുമ്പേ ആ പെണ്ണ് നന്ദനെ കെട്ടഴിച്ചു വിട്ടു. എന്നിട്ട് അവളുടെ പുറകെ ആ സച്ചിയും വന്നു. എന്നിട്ട് ഞങ്ങളെ കീഴ്പ്പെടുത്തി. നന്ദൻ രക്ഷപ്പെട്ടു.